ഹായ്. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തൈക്കൂട്ടം തൂക്കുവലത്തമ്മയാണ്. അപ്പോൾ നമുക്കിവിടെ വെള്ളം കുറച്ച് കൂടിയുണ്ട്. ഈ ഒരു ലെവൽ വെള്ളം നമ്മുടെ 2018 വെള്ളപ്പൊക്കത്തിന് അന്ന് പാലം ഫുള്ള് തകർന്നു പോയതാണ്. നല്ല രീതിക്ക് വെള്ളം വന്ന് പാലത്തിൻ്റെ സെൻറ്ററൊക്കെ ശരിക്കും പോയതായിരുന്നു. പിന്നെ അതിന് ശേഷം കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ നമുക്കത് വീണ്ടും മെയിൻ്റനൻസ് ചെയ്ത് നമുക്ക് സെറ്റാക്കി ഞാൻ നടന്നു പോയിക്കോളാം. പിന്നെ ചെറിയ തുരുമ്പൊക്കെ ഉണ്ട് കേട്ടോ. ഇനി വെള്ളം കൂടി കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല. വെള്ളം കൂടി പറഞ്ഞ പോലെ തന്നെ നല്ല ഒഴുക്കും പിന്നെ ഈ തടികളൊക്കെ ഒഴുകി വരും. അപ്പോൾ അതൊക്കെ വരുമ്പോൾ നമുക്ക് ഈ പാലത്തിന് നാശം സംഭവിക്കാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ 2018 വെള്ളം കയറിയപ്പോൾ അങ്ങനെയായിരുന്നു. ഞങ്ങളിതുപോലെ തന്നെ ഒരു ദിവസം ഇങ്ങനെ വെള്ളപ്പൊക്കത്തിന് ശേഷം അത് പാലം കാണാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ നമ്മളോട് എത്തിയപ്പോൾ കണ്ടത് പാലം ഇങ്ങനെ സെൻറ്ററൊക്കെ പൊളിഞ്ഞ് ആകെ നശിച്ചൊരു കാഴ്ച നമ്മൾ കണ്ടത്. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ അവർ മെയിൻ്റനൻസ് ചെയ്തു. നമ്മുടെ പഞ്ചായത്തിൻ്റെ ഇത് ആക്കിയിട്ട് വന്ന് അത് മെയിൻ്റനൻസ് ചെയ്തു. ഇതൊക്കെയാണ് അവസ്ഥ. കണ്ട കുഴപ്പമില്ല. എന്നാലും ആ ഒരു പഴയ പാലമാണല്ലോ. പിന്നെ കൃത്യമായിട്ട് അതൊക്കെ എന്താ പറയുക, ഇതിൻ്റെ പോരായ്മകളങ്ങനെ നോട്ടീസ് ചെയ്ത് പോവുകയാണെങ്കിൽ അപകടങ്ങൾ ഒഴിവാക്കാം. അല്ലെങ്കിൽ പറഞ്ഞ പോലെ തന്നെ ആരെങ്കിലും കയറി ഇതുപോലെ പാലം അപകടത്തിൽ പെട്ട് അങ്ങനെ വെള്ളത്തിൽ പോകാൻ ചാൻസ് ഉണ്ട്. ഞാൻ വെള്ളം അടിമുട്ടൊക്കെയെന്ന് വെച്ചിട്ട് കാണാൻ വന്നതാണ്. പക്ഷെ അത്ര വെള്ളമൊന്നുമില്ല. അപ്പോൾ ഇത്ര ഉള്ളൂ. വേണ്ട അത് അടിമുട്ടി ഒഴുകാൻ മാത്രം വെള്ളമൊന്നുമില്ല. കാരണം കുറച്ച് ദിവസം മുമ്പ് ഡാം തുറന്നപ്പോൾ, നമ്മുടെ പെരിയകുത്ത് ഡാം തുറന്നപ്പോൾ വെള്ളം ഉണ്ടായിരുന്നു. വെള്ളം അത്യാവശ്യം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ വെയിലൊക്കെ വന്നപ്പോൾ വെള്ളം ഇറങ്ങി. ഇതിപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് ഈ തൂക്കാനടയ്ക്ക് ഒരു 3 കിലോമീറ്റർ അടുത്തുണ്ടാവുള്ളൂ. ഞാനപ്പോൾ എൻ്റെ സർട്ടിഫിക്കറ്റ് റിന്യൂ ചെയ്യാൻ വേണ്ടി നമ്മുടെ അക്ഷയ്ക്ക് വന്നതാണ്, ഇവിടെ കാടുവീറ്റി. അങ്ങനെ അവിടെ പോയപ്പോൾ സൈറ്റില്ല. ജസ്റ്റ് ഒന്ന് പോയി വരാമെന്ന് വെച്ചിട്ട് അങ്ങനെ ഇറങ്ങിയതാണ് തൂക്കുപാലത്തിൻ്റെ അടുത്തേക്ക്. നമ്മളിപ്പോൾ ഇടയ്ക്ക് ഇതിലൊക്കെ പോണ ഒരു റൂട്ടാണ്, നമ്മുടെ കൊരട്ടിക്ക് പോണ ആ റൂട്ടാണ്. അപ്പം അങ്ങനെ ജസ്റ്റ് പോയി നോക്കാമെന്ന് വെച്ച് വന്നതാണ്. ഞാൻ പറഞ്ഞില്ലേ വെള്ളം അടിമുട്ടി ഒഴുകണമെന്ന് അറിയാൻ വേണ്ടി വന്നതാണ്. പക്ഷെ അത്ര വെള്ളമില്ല. ഞാൻ ഈ മഴ പെയ്യുന്ന കുറച്ച് നാൾ മുമ്പ് വന്നപ്പോൾ നല്ല പച്ചപ്പും നല്ല ഇത് കാരണം കാട് പിടിച്ചെടുക്കായിരുന്നു. ഇപ്പം ഇതേ കാടൊക്കെ എന്താ വെട്ടി ആകെ ഉണങ്ങിയിട്ടുണ്ട്. കണ്ട ഈ ഒരു ഭാഗമാണ് നമ്മുടെ ചാലക്കുടിയിൽ നിന്ന് തന്നെ ആ ഒരു സൈഡ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ അന്നമേട പിന്നെ അങ്ങനെ പോവും. അപ്പോൾ ശരി എന്നാൽ ബൈ.